വന്ദേ ഭാരത് കേരളത്തിലെത്തി. കേരളം കാത്തിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് പാലക്കാടാണ് എത്തിയിരിക്കുന്നത്. ട്രെയിനിനെ വരവേറ്റ് നിരവധി പേർ സ്റ്റേഷനിലെത്തിയിരുന്ന വിവരങ്ങളുമായി അമലുണ്ട്. അമൽ, കേരളം കാത്തിരുന്ന വന്ദേ ഭാരത് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാടാണ് എത്തിയിരിക്കുന്നത്. എപ്പോഴത്തേക്കാവും തിരുവനന്തപുരത്തേക്ക് എത്തുക? തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ? കേരളം കാത്തിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് ഒരു വലിയൊരു സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ വന്ദേ ഭാരതിനെ കാണാൻ വേണ്ടി, ട്രെയിനെ കാണാൻ വേണ്ടി നിരവധി പ്രവർത്തകർ, നിരവധി ജനങ്ങളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് അനുവദിച്ചു തന്നെ കേന്ദ്ര സർക്കാരിനടക്കം മുദ്രാവാക്യം വിളികളും ഒപ്പം തന്നെ ലഡു വിതരണം പോലുള്ള പല ആഘോഷ പരിപാടികളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ വന്ദേ ഭാരതിന് കേരളത്തിൽ 8 സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ 16 കോച്ചുകൾ അടങ്ങിയ ഒരു എക്സ്പ്രസ് ആണിത്. ഇനി ഇപ്പോൾ വരുന്ന പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി കേരളത്തിൽ ഇതിന്റെ വേഗതയെക്കുറിച്ചുള്ള പഠനങ്ങളായിരിക്കും. അതിന്റെ ഭാഗമായി ഈ എഞ്ചിനീയറിംഗ് ടീം കൂടുതലായി പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ വേഗത എത്രമാത്രമായിരിക്കും, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്താൽ ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതായത് കേരളത്തിൽ ഒരുപക്ഷെ 160 കിലോമീറ്റർ കിട്ടില്ല എന്ന് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. ഒരു 100 കിലോമീറ്റർ വേഗത ആണ് എന്നാണ് കരുതുന്നത്. ആ ഒരു വേഗത തന്നെ നിലനിർത്താൻ എന്തൊക്കെ ഇനി ചെയ്യണമെന്നുള്ള പഠനങ്ങളിലാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ടീം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഈ ഒരു ട്രെയിനെ കൂടുതലായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ഡോറുകളാണ് ഉള്ളത്. അതേസമയം പൂർണ്ണമായും ശീതീകരിച്ച റൂമുകളും ഫ്രീ വൈഫൈ അടക്കമുള്ള സംവിധാനങ്ങളുമായാണ് ഈ വന്ദേ ഭാരത് എത്തുന്നത്. അതിവേഗ ട്രെയിൻ, അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ഇതിന്റെ ഒരു സഞ്ചാരപാത. ഇവിടെ വളരെ പെട്ടെന്ന് ഏകദേശം 7.5 മണിക്കൂർ കൊണ്ട് തന്നെ 501 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം 100 കിലോമീറ്ററിന് 52 സെക്കൻഡ് എന്ന വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിനെ കാണാൻ വേണ്ടി നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ പാലക്കാട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ BJP-യുടെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ വെച്ച് BJP-യുടെ നേതാക്കൾ ഈ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായിരുന്നു. BJP-യുടെ മുതിർന്ന നേതാവായ O. രാജഗോപാൽ പ്രതികരിച്ചത് റെയിൽവേ രംഗത്തെ ഒരു പുതിയ സംരംഭം എന്ന രീതിയിൽ തന്നെയാണ്. അതേസമയം തന്നെ ഈ ഒരു ട്രെയിൻ കൊണ്ടുവരുന്നത് വഴി മലബാർ മേഖലയിൽ ഉള്ളവർക്ക് വലിയ രീതിയിൽ ഇത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് വളരെ എളുപ്പത്തിൽ തിരുവനന്തപുരമൊക്കെ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് അനുവദിച്ചു തന്ന റെയിൽവേ മന്ത്രിക്കും ഒപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. അതിവേഗ തീവണ്ടി കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു ഉദാഹരണമാണ് എന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതായത് മോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ റെയിൽവേ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കേരളത്തെ കൂടി പിടിച്ചു ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടെ നിർത്താൻ വേണ്ടി സാധിച്ചു എന്നൊരു സന്തോഷം അദ്ദേഹം പങ്കിടുകയുണ്ടായിരുന്നു. അതേസമയം വലിയ വിവാദങ്ങൾ ഇതുമായി കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി നടത്തുന്ന വികസന പദ്ധതികൾ ലഭിക്കില്ല, അതായത് വന്ദേ ഭാരത് പോലുള്ള ഈ ഒരു എക്സ്പ്രസ് ഇത് കേരളത്തിന് ലഭിക്കില്ല എന്ന രീതിയിൽ മറ്റ് പാർട്ടികളടക്കം പറഞ്ഞു നടന്നിരുന്നു. എന്നാൽ അതൊക്കെ പൊള്ളയായ വാദങ്ങളാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണെന്നും അദ്ദേഹം ആ ഒരു സന്തോഷം മാധ്യമങ്ങളോട് പങ്കിടുകയും ഉണ്ടായിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് കാത്തിരുന്നു കിട്ടിയ അല്ലെങ്കിൽ ഒരു വിഷു കൈനീട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെയും അതായത് തമിഴ്നാട്, കർണാടകം പോലുള്ള സംസ്ഥാനങ്ങളിലടക്കം ഈ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് എപ്പോൾ ലഭിക്കുമെന്ന് വലിയ ആശങ്ക തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായിരുന്ന ഒരു നടപടിയെ തുടർന്നാണ് ഇന്ന് ഈ വന്ദേ ഭാരത് തിരുവനന്തപുരം ഡിവിഷനിൽ എത്തും എന്ന് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ ഇത് പാലക്കാട് എത്തിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇത് തിരുവനന്തപുരം ഡിവിഷനിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെയും ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടന്നിരുന്നു. ആ മുന്നൊരുക്കങ്ങൾ എങ്ങനെ നടത്തണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്കോ പൈലറ്റിനും ഒപ്പം തന്നെ മറ്റ് ജീവനക്കാർക്കും അടക്കം എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ, അതായത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലെത്തിയിരിക്കുകയാണ്. പാലക്കാടാണ് എത്തിയിരിക്കുന്നത്. വലിയ സ്വീകരണമാണ് വന്ദേ ഭാരതിന് പാലക്കാട് സ്റ്റേഷനിൽ ആളുകൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ട്രെയിനിൻ്റെ ക്രൂ അംഗങ്ങൾക്കും വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മധുര വിതരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടാണ് ഇതിനൊരു വലിയ ആഘോഷമാക്കിയിരിക്കുന്നത്.
ജനങ്ങൾ വൈകുന്നേരത്തോടു കൂടി വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്തെത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽ തിരുവനന്തപുരത്ത് നിന്ന്.